വിശ്വൻ പറഞ്ഞതനുസരിച്ച് കുടുംബത്തിലുള്ള എല്ലാവരും, അതുപോലെ മനക്കൽ സ്റ്റോഴ്സിലുള്ള തൊഴിലാളികളെല്ലാവരും കൂടി ചേർന്ന് മനക്കലിൽ ഒത്തുകൂടി. അല്ല സാറേ, മനക്കൽ വീട്ടുകാരുമായുള്ള പ്രശ്നത്തിന് സാറെന്തിനാ പ്രഭാകരൻ സ്റ്റോഴ്സിലെ പ്രഭാകരനെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ചോദ്യത്തിന്റെ തുടക്കം എന്ന വണ്ണം എബിന്റെ സ്വരമുയർന്നു. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് കരുതിയായിരുന്നു രാധികയും ഇരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചോദ്യം കേട്ടതും അവരുടെ മുഖം തെളിഞ്ഞു. ആ ചോദ്യം എനിക്കിഷ്ടപ്പെട്ടു എബിൻ. എനിക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു തൊഴിലാളിയാണ്, എവിടെയും തല കുനിക്കാത്ത ചെറുപ്പക്കാരൻ, എൻ്റെ മകനെ പോലെ. വിശ്വൻ എബിനെ പ്രശംസിച്ചു. എൻ്റെ ചോദ്യം ന്യായമല്ലേ സാറേ? ഈ നിൽക്കുന്ന പ്രഭാകരൻ സാറിന് ഈ ഷോപ്പുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അത് നിങ്ങൾ പറഞ്ഞത് വളരെ സത്യ. ഈ നിൽക്കുന്ന പ്രഭാകരന് ഈ ഷോപ്പുമായി ഒരു ബന്ധവുമില്ല. എന്നാൽ ഇവിടെയുള്ള പലരുമായി വർഷങ്ങളായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് താനും. പക്ഷെ അതൊന്നും കുത്തിപ്പൊക്കാനല്ല ഞാനിപ്പോൾ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതായത് ഞാൻ ആ ഷോപ്പ് വാങ്ങിയ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇയാളെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഇയാളുടെ മുൻപിലാകണം, അല്ലെങ്കിൽ നാളെ അതെനിക്കൊരു പണിയായി മാറും. സാറെന്താ ഉദ്ദേശിക്കുന്നത്? ആദിയുടെ സ്വരമുയർന്നു. അതായത് കൊച്ചേ, ഈ ഷോപ്പും പ്രഭാകരന്റെ ഷോപ്പും കുറച്ചു നാളായിട്ട് മത്സരമാണ്. അങ്ങനെയുണ്ടായ മത്സരം കൊണ്ടാണ് രണ്ടു കൂട്ടർക്കും പല നഷ്ടങ്ങളും ഇത്രയും കാലം വന്നുകൊണ്ടിരുന്നത്. ഇനി അതങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇനി ആ കട നടത്തിക്കൊണ്ടു പോകുന്നത് എൻ്റെ മകനാ. പക്ഷെ സാറേ, സാറ് പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്ക് ദോഷം വരാത്ത രീതിയിൽ ഈ കട കൊണ്ടുപോകാം എന്നല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് പ്രഭാകര ഞാൻ ഇപ്പോഴും പറയുന്നത്. ഞാൻ കാരണം തനിക്കൊരു ദോഷം ഉണ്ടാകില്ല. പക്ഷെ നീ കാരണം ഞങ്ങൾക്കെന്തേലും ദോഷം ഉണ്ടായാ പിന്നെ തൻ്റെ കടയവിടെ ഉണ്ടാകില്ല. ഉണ്ടാകാൻ ഈ വിശ്വൻ സമ്മതിക്കില്ല. അയാൾ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു നിർത്തി. അത് കൊള്ളാലോ സാറേ, വിളിച്ചു വരുത്തി സാറിനെ അപമാനിക്കുന്നോ? അപമാനിച്ചെന്നോ? എങ്ങനെ? ഒരു കട തുടങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കണ്ടേ? അതും വാങ്ങാൻ പോകുന്ന കടയെപ്പറ്റി നാട്ടിൽ പൊതുവായും അത്ര നല്ല അഭിപ്രായമില്ലാത്ത സ്ഥിതിക്ക്. ആ കടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞിട്ട് തന്നെയല്ലേ സാർ അത് വാങ്ങാൻ തീരുമാനിച്ചത്? പിന്നെന്താ? അതേ കുട്ടി, ഇയാളുടെ ഭർത്താവും ഇയാളും കൂടിയാണ് ഈ കട ഇത്രയും കാലം നടത്തിയത്. ഞാൻ പുറത്തുള്ളവരുമായി ഒരു സംസാരം നടത്തി. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നിങ്ങളുടെ കടയെക്കുറിച്ച്. എന്നാൽ കുറച്ചു നാളായി അഭിപ്രായം മാറ്റി എഴുതി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങളത് വാങ്ങുമ്പോൾ ആ പ്രശ്നം ഞങ്ങൾക്കുണ്ടാകരുത്. അതെൻ്റെ മകൻ പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു. സാർ അതെന്തൊക്കെയായി പറയുന്നേ? വിശ്വന്റെ സംസാരം ഇഷ്ടപ്പെടാതെ പ്രഭാകരന്റെ ശബ്ദമുയർന്നു. ഞാൻ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ പ്രഭാകര. ഈ മനക്കൽ സ്റ്റോഴ്സ് അതെൻ്റെ വളർത്തുമകനുള്ളതാണ്. അതെൻ്റെ കുട്ടി ആഗ്രഹിച്ചെങ്കിൽ അതിനൊരു പോറൽ പോലും ഏൽക്കാതെ അതവന് തിരിച്ചെത്തിച്ചു കൊടുക്കാൻ ഈ വിശ്വന് ഒരുണ്ണാക്കനെയും പേടിക്കേണ്ട കാര്യമില്ല. പെട്ടെന്നുള്ള വിശ്വന്റെ സംസാരം കേട്ടതും സത്യനും പ്രഭാകരനും ഞെട്ടി. കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു സാവിയും രാധികയൊക്കെ. എടോ, താൻ എന്താ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആദ്യം എൻ്റെ മോൾ സാൻവിയും പറഞ്ഞിട്ടല്ലേ താൻ ഇവിടെ വന്നത്? രാധിക ദേഷ്യപ്പെട്ടു. അതെ, നിങ്ങളുടെ മകൾ സാൻവിയും ആദ്യം പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇവിടേക്ക് വന്നത്. അതിലൊരു സംശയവും ആർക്കും വേണ്ട. പക്ഷെ ഞാൻ വന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല രാധികെ, എൻ്റെ വളർത്തുമകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഈ സ്റ്റോഴ്സ് എൻ്റെ മോൻ്റെയാണ്, എൻ്റെ ചെറുക്കൻ്റെ. അവനേറെ ആഗ്രഹിച്ച ഒന്ന്. അങ്ങനെയുള്ളപ്പോൾ അത് അവന് നേടിക്കൊടുക്കുകയല്ലേ ഒരച്ഛൻ എന്ന നിലയിൽ എൻ്റെ കർത്തവ്യം. വളർത്തുമകനോ? അതാരായിനി? അയാൾക്കും ഈ കുടുംബവുമായി എന്ത് ബന്ധമാണുള്ളത്? ദേഷ്യം സഹിക്കാൻ കഴിയാതെ സത്യൻ മുൻപിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അതിന് മറുപടി പറയാൻ വിശ്വൻ ആരംഭിച്ച നിമിഷം തന്നെ പുറത്ത് ഒരു കാർ വന്നെത്തിയ ശബ്ദം മുഴങ്ങി. എല്ലാവരും വാതിൽക്കിലേക്ക് നോക്കി. കാർത്തികേയൻ? തിളങ്ങുന്ന കണ്ണുകളോടെ ആത്മവിശ്വാസം നിറഞ്ഞ ചിരിയോടെ അവൻ അകത്തേക്ക് കടന്നു വന്നു. രാധികയും സത്യനും സാവിത്രിയും വർഷയും പ്രഭാകരനും ഒക്കെ ഒരുമിച്ച് ഞെട്ടി അങ്ങനെ തന്നെ നിന്നുപോയി. വിശ്വൻ അഭിമാനത്തോടെ കൈയുയർത്തി. ഇവനാണ് കാർത്തികേയൻ, KK ഇൻഡസ്ട്രീസിൻ്റെ ഉടമ.
എൻ്റെ വളർത്തുമകൻ, എൻ്റെ ഭാര്യയും മകളും കഴിഞ്ഞ ഞാനിന്ന് ഏറ്റവും അധികം വിലമതിക്കുന്ന ഒരേ ഒരാൾ. ഞങ്ങൾക്ക് എല്ലാം ഇവനാണ്. വിശ്വൻ ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തി. ഹാളിൽ മിണ്ടാതിരുന്ന മുത്തശ്ശനും മുത്തശ്ശിയും തലകുനിച്ചു, കണ്ണിൽ അഭിമാനത്തിൻ്റെ നിറവോടെ. സാൻവി ചിരിച്ചുകൊണ്ട് ഇബിനെയും ആദിയെയും നോക്കി. അവരുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ തെളിച്ചം നിറഞ്ഞിരുന്നു. പക്ഷെ രാധികയും സാവിത്രിയും ഇരുണ്ടുപോയി. അവർ ഇങ്ങനെയൊരടി പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് സത്യൻ വിശ്വന്റെ നേരെ കുരച്ചു തുടങ്ങി. അതിനു മറുപടി എന്നോണം ദേവന്റെ കൈവിരലുകൾ അവന്റെ കവളിൽ തൊട്ടു തലോടി. ഇനി നിന്റെ ശബ്ദം പൊങ്ങിയ പിന്നെ ശബ്ദമുയർത്താൻ നിന്റെ നാവ് കാണില്ലടാ പൊന്ന മോനെ. മതി ദേവ, ഇനി ഇവനെ തല്ലണ്ട. അങ്ങനെ തല്ലിക്കൊന്ന തീരുന്നതല്ലല്ലോ ഇവനും ഇവന്റെ കൂട്ടാളികളും ചെയ്തു കൂട്ടിയതൊക്കെ. അതിനീ ഡാഷ് മോൻ ഇഞ്ചിഞ്ചായി അനുഭവിക്കണം, അല്ലേ കാർത്തിമോനെ? പിന്നെ വേണ്ടേ വിശ്വച്ച? ഒരു കണക്കല്ലല്ലോ നമുക്ക് ഇയാളുമായിട്ടുള്ളത്, പല കണക്കുകളല്ലേ? കാർത്തി പുച്ഛത്തോടെ പറഞ്ഞു നിർത്തിയതും അത് കേട്ട് സാൻവി സത്യന്റെയും കൂട്ടരുടെയും മുൻപിലേക്ക് കയറി നിന്നുകൊണ്ട് തുടർന്നു. ഇങ്ങനെ ഒരു ടെസ്റ്റ് എൻ്റെ അച്ഛനും അമ്മയും സാവിയമ്മച്ചിയും ഒന്നും ഓർത്തില്ലല്ലേ? എപ്പോഴും പുകഞ്ഞ കൊള്ളിയെന്ന് പറഞ്ഞ് നീയൊക്കെ പരിഹസിക്കുന്ന എൻ്റെ ഏട്ടനുണ്ടല്ലോ, തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാ. അങ്ങനെ ഈ മനുഷ്യനെ മാറ്റിയെടുത്തത് ഈ വലിയ മനുഷ്യനും. സാൻവി നന്ദിയോടെ വിശ്വനെ നോക്കി. നന്ദിയുടെ ആവശ്യമൊന്നുമില്ല മോളെ, ഇവനുമായി എനിക്ക് രക്തബന്ധമൊന്നുമില്ല. പക്ഷെ ഇവനോടുള്ള എൻ്റെ അടുപ്പം എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ളതാ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എൻ്റെ കാർത്തി. എന്നാലും സാറേ, കേൾക്കാനുള്ള കൊതി കൊണ്ടാ ചോദിക്കുന്നേ. സാറിന് വിരോധമില്ലെങ്കിൽ എൻ്റെ ഏട്ടനുമായി എങ്ങനെയാ സാറിന്? വാക്കുകൾ മുഴുവിപ്പിക്കാനാവാതെ സാൻവി നിർത്തി. എങ്ങനെയാണ് ഇവൻ എനിക്കെല്ലാം ആയതെന്നല്ലേ അയാൾ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ചോദിച്ചു. അതെ. അത് കേട്ടതും അയാൾ കാർത്തിയിലേക്ക് തിരിഞ്ഞു. അതിനുശേഷം അവൻ്റെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു. വർഷങ്ങൾക്ക് മുൻപ് വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് ഇവൻ എത്തിപ്പെട്ടത് തൂത്തുക്കുടിയിലായിരുന്നു. കുറച്ചും കൂടെ വിശദമായി പറഞ്ഞ ഇവൻ്റെ +2 കാലം നന്ദന എന്നൊരു പാവം പെണ്ണിനെ നശിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇടയിൽ വെറുക്കപ്പെട്ടവനായി. ജീവിതം തന്നെ മടുത്തുപോയ നിമിഷം താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഒരു ദയയും കൂടാതെ ഈ നിൽക്കുന്ന സത്യനും അവൻ്റെ ഭാര്യയും കൂടി അടിച്ചിറക്കി വിട്ടു. എന്നാൽ അത് ചെയ്തത് ഇയാളുടെ സ്വന്തം മകനും. അനാവശ്യം പറയരുത്. എൻ്റെ മകൻ ഇവനെ പോലെ പെണ്ണുപിടിയാനല്ല. അത് അച്ഛൻ പറഞ്ഞത് സത്യ. അച്ഛനെ പോലെ പെണ്ണുപിടിക്കാനും പിന്നാലെ മണപ്പിച്ചു പോകാനും സിദ്ധേട്ടനറിയില്ല. സ്വന്തം മകൻ്റെ ഭാര്യയെപ്പോലും അച്ഛൻ കാണുന്നത് കാമക്കണ്ണിലൂടെയാണ്. എടീ! അത് കേട്ടതും സത്യൻ അലറി. അച്ഛൻ അലറിക്കരയാനുള്ള അവസരം ഞങ്ങൾ തരാം. ആദ്യം ഈ കഥയൊന്ന് കേൾക്കട്ടെ. സാൻവി സത്യനെ പുച്ഛിച്ചുകൊണ്ട് വിശ്വന്റെ നേരെ തിരിഞ്ഞു. അന്നത്തെ സംഭവത്തിന് ശേഷം ഒറ്റയ്ക്കായിരുന്നു അവൻ. കണ്ണുകളിൽ വേദന, ഉള്ളിൽ തകർച്ച. സ്വന്തം വീട്ടുകാർ പോലും കൈവിട്ടു എന്ന് തോന്നിയപ്പോൾ ഇവൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ നോക്കി. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും കൂടി ഞങ്ങളുടെ മൂത്ത മകൻ്റെ മരണത്തെ തുടർന്ന് നാട്ടിൽ വന്ന സമയമായിരുന്നു അത്. ആ ഞങ്ങളുടെ കാറിൻ്റെ മുൻപിലേക്കാണ് ഇവൻ ചാടിയത്. അന്ന് ഞങ്ങൾ ഇവനിൽ കണ്ടത് ഞങ്ങളുടെ മകൻ തരുണിനെ തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ഇവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലായി. അതിനെൻ്റെ ഭാര്യയും മകളും കൂടെ നിന്നു. ആക്സിഡൻറ്റിൽ നിന്നൊക്കെ പുറത്തു വന്നെങ്കിലും ജീവിതത്തോടുള്ള വിശ്വാസം അവന് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും പതിയെ പതിയെ അവൻ ജീവിതത്തിലേക്ക് വന്നു. അവൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയല്ല, അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും കൂട്ടുകാർക്കും വേണ്ടി. ഇതൊക്കെ കേട്ടുകൊണ്ട് സാൻവിയും ആദിയും കണ്ണുനീരോടെ കാർത്തിയിലേക്ക് നോക്കി. വിശ്വൻ തുടർന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇവനിൽ ഒരു നല്ല മനുഷ്യനെയും ഒരു കരുത്തുറ്റ ബിസിനസ്സുകാരനെയും ഞാൻ ഒരുക്കിയെടുക്കുമെന്ന്. എൻ്റെ പിൻഗാമിയായി ഇവനെ ഞാൻ കൊണ്ടുവരും. കാരണം ഇവൻ്റെ ഉള്ളിലുമുണ്ടായിരുന്നു ഒരു വാശി. എവിടെയെങ്കിലും തനിക്കും ജയിക്കണമെന്നുള്ള ഒരു കുഞ്ഞാഗ്രഹം. ആ ആഗ്രഹം ഞാൻ വളർത്തിയെടുക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം ഞങ്ങളുടെ മകനെ ഞങ്ങൾ ഇവനിലൂടെ ദർശിക്കാൻ തുടങ്ങി. ഇവനിൽ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി. അതുപോലെ ഇവനെ കൈപിടിച്ചുയർത്താനും. എന്നാൽ ബിസിനസ്സിൻ്റെ തുടക്കം കാർത്തിയെ സംബന്ധിച്ച് വളരെ കഠിനമായിരുന്നു. ഓരോ പടിയിലും ഞാൻ അവനെ പഠിപ്പിച്ചു.
അവൻ വീണപ്പോൾ ഉയർത്തി, തെറ്റുമ്പോൾ ശ്വാസിച്ചു, ജയിക്കുമ്പോൾ ചേർത്ത് പിടിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ KK ഇൻഡസ്ട്രീസിൻ്റെ തുടക്കം. അത്രയും പറഞ്ഞുകൊണ്ട് വിശ്വൻ കാർത്തിയെ ചേർത്ത് പിടിച്ചു. കാർത്തികേയൻ എൻ്റെ വളർത്തുമകനല്ല, എൻ്റെ സ്വന്തം മകനാ. എൻ്റെ മഹാദേവൻ എനിക്ക് നൽകിയ അനുഗ്രഹം. കാർത്തി നിറഞ്ഞ മിഴികളോടെ വിശ്വനെ നോക്കി. നിങ്ങളെ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെ എത്തില്ലായിരുന്നു. എനിക്ക് ആരും ഇല്ലെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് മഹാദേവൻ കൊണ്ടു തന്നതാ നിങ്ങളെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു കാർത്തിമോനെ. നീ ആഗ്രഹിച്ചതുപോലെ ഈ കള്ളക്കൂട്ടങ്ങളുടെ മുൻപിൽ നീ വെറും പോക്ക് കേസല്ലെന്ന് നിനക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലേ? അതിനെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്രയും ഞാൻ സഹിച്ചിട്ടും വീണ്ടും വീണ്ടും ഇവരൊക്കെ എന്നോട് ചെയ്ത ചതി, അത് പൊറുക്കാൻ എനിക്ക് കഴിയില്ല. അത്രയും പറഞ്ഞുകൊണ്ടവൻ സത്യന് നേരെ തിരിഞ്ഞു. നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ സ്വന്തം സഹോദരനല്ലേ, എന്നിട്ടും നിങ്ങൾക്കെങ്ങനെയാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? അതിന് എൻ്റെ ഭർത്താവ് എന്ത് ചെയ്തെന്നാ നീ ഈ കൽപ്പിച്ച് വരുന്നത്? രാധിക ചൂടായി. അതൊക്കെ തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് ബോധിപ്പിച്ച് തരുന്നുണ്ട് രാധികമ്മേ. പക്ഷെ നിങ്ങളോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഭാര്യ എന്ന നിലയിലും ഒരമ്മ എന്ന നിലയിലും നിങ്ങൾ പരാജയമായിരുന്നു. സ്വന്തം മകനായ സിദ്ധുവിനെയും മകളായ സാനുമോളെയും നന്നായി വളർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. എന്ന ഭർത്താവിൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും നിങ്ങൾ കൂട്ടുനിന്നു. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയതോ ചതികൾ മാത്രം. കാർത്തിയുടെ വാക്കുകൾ കേട്ടതും സത്യൻ ഒരു നിമിഷം ഭയന്നുപോയി. എന്നാലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൻ മുന്നിലേക്ക് വന്ന് അട്ടേസ്റ്റതും ഇത്രയും നേരം മിണ്ടാതെ നിന്ന ജാൻസി മുൻപിലേക്ക് കയറി അവൻ്റെ ചെകിടടിച്ച് പൊട്ടിച്ചു. മിണ്ടരുത് നിങ്ങൾ, മിണ്ടിയാൽ നിന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോയെന്നിരിക്കും. ജാൻസി അയാളുടെ നേരെ അട്ടഹസിച്ചു. അതോടെ രാധികയുടെയും സാവിയുടെയും മുഖം കറുത്തു. അവർ ഓരോന്ന് പറയാൻ തുടങ്ങി. വിശ്വനും സത്യനും അതുപോലെ പ്രഭാകരനും അനന്തനും അവരുണ്ടാക്കിയ ചർച്ചകളൊക്കെ HD ക്ലാരിറ്റിയോടെ എല്ലാവർക്കും മുൻപിൽ പ്ലേ ചെയ്യാൻ തുടങ്ങി. അതുപോലെ ആദ്യത്തെ മുതലെടുപ്പിന് ശേഷം കാർത്തി ആരും അറിയാതെ എബിയുടെ സഹായത്തോടെ ഒരു ഹിഡൻ ക്യാമറ വെച്ചിരുന്നു. അതിൽ നിന്നെടുത്തിരുന്ന വിഷ്വൽസും ഒന്നിനു പിറകെ ഒന്നായി കാണിച്ചുകൊണ്ടിരുന്നു. ആ വീഡിയോയിൽ സത്യൻ, പ്രഭാകരൻ, അനന്തൻ എന്നിവർ ചേർന്ന് മനക്കൽ സ്റ്റോഴ്സിനെ തകർക്കാനുള്ള ചതിയുടെ ഗൂഢാലോചനകളും സരോജയും സന്ധ്യയും ചേർന്ന് പലചരക്കുകളിൽ മായം കലർത്തിയ പദ്ധതികളും ഗ്രാമത്തിൽ മനക്കലിൻ്റെ വിശ്വാസം ഇടിക്കാൻ അവർ ഒരുക്കിയ കളികളും എല്ലാം ഓരോന്നായി തെളിഞ്ഞുകൊണ്ടിരുന്നു. ഹാളിലിരുന്നവർ ഒക്കെ ഇതൊക്കെ കേട്ടും കണ്ടും അവരെ വിദ്വേഷത്തോടെ നോക്കി. സരോജയും സന്ധ്യയും ഭയം കൊണ്ട് തുള്ളിപ്പോയിരുന്നു. അപ്പം തന്നെ ദേവന്റെ ശബ്ദമുയർന്നു. ഈ മനക്കൽ തറവാടിനൊരു അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. അതുപോലെ മനക്കൽ സ്റ്റോഴ്സ് മരിച്ചുപോയി എൻ്റെ സേതുവിൻ്റെ സ്വപ്നമായിരുന്നു. പക്ഷെ നീയൊക്കെ മനസാക്ഷിയില്ലാതെ ഈ നാട്ടിലുള്ള പാവം പിടിച്ച ജനങ്ങളെ പോലും ബലിയാടാക്കാൻ ശ്രമിച്ചു. ഇതിനൊന്നും മാപ്പില്ല. അങ്ങനെ മാപ്പ് കൊടുക്കാൻ ഈ കാർത്തി ഒന്നുകൂടെ ജനിക്കണം മുത്തശ്ശ. അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും പോലീസ് യൂണിഫോം ധരിച്ച് കുറേ ആളുകൾ അകത്തേക്ക് കയറി. ഇനി ഇവർക്കുള്ള ശിക്ഷ പോലീസും കോടതിയും നടപ്പാക്കട്ടെ. ഇതൊക്കെ കണ്ട വിശ്വന്റെ സ്വരമുയർന്നു. പോലീസുകാർ സന്ധ്യയും സരോജയും പിടിച്ചതും അവർ അലർക്കരഞ്ഞു. ഞങ്ങളെ രക്ഷിക്കണേ സാറേ, സത്യം സാറേ, ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് സാറ് പറഞ്ഞിട്ടല്ലേ? അത് കൊള്ളാം, പോലീസുകാർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ സത്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. എബിൻ അവരെ കളിയാക്കി. സത്യന്റെ മുഖം വിവർണമായി. പകയേറുന്ന കണ്ണുകളോടെ അയാൾ കാർത്തിയെ നോക്കി. പക്ഷെ കാർത്തിയുടെ മുഖം ശാന്തമായിരുന്നു. സ്വരവും, നിന്റെ കളി അവസാനിച്ചു സത്യ. എന്നെ പുറത്താക്കിയപ്പോൾ നീ കരുതിയത് ഞാൻ ഒറ്റയ്ക്കാണെന്ന്. ഇന്ന് നോക്ക്, എൻ്റെ കുടുംബം മുഴുവൻ എൻ്റെ കൂടെയാണ്. അതുപോലെ നീ ചവിട്ടിയെറിഞ്ഞ ജാൻസി, അവൾ എനിക്കെന്നും എൻ്റെ കൂടപ്പിറപ്പാണടോ. നിന്റെ മകനല്ലേടാ മോനെ ആ കൊച്ചിൻ്റെ കയ്യിലിരിക്കുന്നത്. കാർത്തിയുടെ സ്വരം മാറി. അതോടെ സത്യൻ തൻ്റെ നയം മാറ്റാൻ തീരുമാനിച്ചു. അവനൊരു കൂസലുമില്ലാതെ ജാൻസിയുടെ നേരെ ചെന്ന് അവളോട് ക്ഷമയാചിക്കാൻ തുടങ്ങി. മിണ്ടരുത് സത്യ, എൻ്റെ ഭർത്താവിനെ കൊന്നിട്ട് എന്നെ ഉപയോഗിച്ച് കളഞ്ഞിട്ട് ഒടുവിൽ ഞാൻ പിഴച്ചവൾ. നീ നല്ലവനും. സാവിത്രിയും രാധികയും മറ്റും അവളുടെ വാക്കുകളിൽ സ്തംഭിച്ച് നിന്നുപോയി. ജാൻസി, ഞാൻ... അയാൾ വീണ്ടും എന്തോ പറയാനായി വന്നതും അവളുടെ കൈവിരലുകൾ അവൻ്റെ കവളിൽ വീണ്ടും ആഞ്ഞു പതിഞ്ഞു. മിണ്ടിയ, നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. എനിക്കിനി ഒന്നും നോക്കാനില്ല സത്യ. നിന്റെ നാശം, നിന്റെ വേദന, അതുമാത്രമാ ഈ ജാൻസി ഇന്ന് ആഗ്രഹിക്കുന്നത്.
അവളുടെ ഉറച്ച വാക്കുകൾ കേട്ട് ഞെട്ടലോടെ അവളെ നോക്കി. മതി മോളെ, ഇവനെ കൊന്ന് നീ ജയിലിൽ പോകേണ്ടവളല്ല. നിനക്കൊരു മകനുണ്ട് കുഞ്ഞെ, അവന് വേണ്ടി നീ ജീവിക്കണം. പിന്നെ ഇവർക്കുള്ളതിനെ പോലീസുകാർ നോക്കിക്കോളും. അത്രയും പറഞ്ഞുകൊണ്ട് വിശ്വൻ പോലീസ് ഇൻസ്പെക്ടറെ നോക്കി. എടോ, എനിക്കുണ്ട് ചിലത് പറയാൻ. എബിൻ മുന്നിലേക്ക് നീങ്ങിയതും ഏവരുടെയും ശ്രദ്ധ അവനിലായി. തൻ്റെ മോളുടെ അത്രയും പ്രായം പോലുമില്ലാത്ത ഇവളെ പോലും തൻ്റെ കണ്ണുകൾ വെറുതെ വിട്ടില്ല അല്ലേടോ? അന്നയെ മുന്നിൽ നിർത്തി എബിൻ പൊട്ടിത്തെറിച്ചു. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? അവൻ എൻ്റെ മകൻ. അരുന്ധതിയുടെ സ്വരമുയർന്നു. സാവിയും രാധികയും സത്യനും വർഷയും വേണിയും ഞെട്ടിപ്പോയി. അതേടോ, എബിൻ ഐസക്, ഇവൻ എൻ്റെ മകനാണ്. അന്ന അവൻ്റെ ഭാര്യയും. ഒന്നും അറിയാതെ സ്വത്തിനു വേണ്ടി താൻ കാട്ടിക്കൂട്ടിയതൊക്കെ ഓർക്കുമ്പോൾ കരണമടിച്ച് പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ട്. എൻ്റെ പെണ്ണിനെ നോക്കിയ നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ട്. ഒന്നും ചെയ്യാതെ തന്നെ വെറുതെ വിട്ടത് ദേ ഇവളെ ഓർത്താ, എൻ്റെ പെങ്ങള് കൊച്ചിനെ. സാൻവിയെ നോക്കി അവനത് പറയുമ്പോൾ സിദ്ധു സത്യനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. ഹാളിൽ നിന്നും പോലീസ് സത്യനെയും പ്രഭാകരനെയും കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ആ വേദി പൂർണ്ണമായും ശാന്തമായി. ഒരുപാട് നാളുകളായി അടച്ചുവെച്ച ഇരുട്ട് മാറി. പുതിയൊരു പ്രഭാതം പോലെ കാർത്തിക്കും ആദിക്കും വിശ്വനുമൊക്കെ തോന്നി. പെട്ടെന്ന് ദേവചന്ദ്രന്റെ സ്വരം അവിടെ ഉയർന്നു. ഇനി മുതൽ മനക്കൽ സ്റ്റോഴ്സ് കാർത്തിയുടെ കൈകളിലാണ്. അവൻ മാത്രമേ ഈ കുടുംബത്തിന്റെ ഭാവി എഴുതാൻ യോഗ്യനായുള്ളൂ. കാരണം ഇതൊക്കെ അവനായി നേടിയതാണ്, അവന്റെ വിയർപ്പ്. പിന്നെ കുടുംബത്തെ ചതിച്ച സത്യനിപ്പോ പടിക്ക് പുറത്താണ്. അതുപോലെ പുറത്താക്കേണ്ട രണ്ടുപേർ ഇവിടെയുണ്ട്. അത്രയും പറഞ്ഞ് ദേവൻ രാധികയും സാവിയെയും ഒന്ന് നോക്കി. വേണ്ട മുത്തശ്ശ, ഭർത്താവിന്റെ വാക്കുകൾ കേട്ട് പ്രവർത്തിച്ചു. അതാണ് രാധമ്മ ചെയ്ത തെറ്റ്. അതിനവരെ ക്രൂശിച്ചിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, നമ്മുടെ സാനുമോളെ നമ്മൾ ഓർക്കണം. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ രാധയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ വിറങ്ങലിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. കാർത്തിയുടെ കൈ പിടിച്ചു. ഞങ്ങൾ നിന്നെ തിരിച്ചറിയാൻ വൈകിപ്പോയി മോനെ. പക്ഷെ ഇനി നിന്നെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല. ഇറങ്ങിപ്പോകാൻ മാത്രം പറയരുത്. അത്രയും പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് ഓടി, ഒപ്പം സാവിയും. ഇന്നേക്ക് 3 മാസം കഴിഞ്ഞു. ശ്രീകണ്ഠപുരത്തെ മുഴുവൻ ആളുകളും ഇന്ന് ടിവിയുടെ മുൻപിലാണ്. മനക്കൽ ദേവചന്ദ്രൻ, മാധവി, രാധിക, സാവി, സിദ്ധു, തനു, വർഷ, വേണി എല്ലാവരും ടിവിയിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ്. കാണിച്ച മക്കളെ? വിശ്വനും കുടുംബവും അതുപോലെ അരുന്ധതിയും അകത്തേക്ക് കയറിയ പാടെ ചോദിച്ചു. ഇല്ല വിശ്വച്ച, തുടങ്ങാറായിട്ടേ ഉള്ളൂ. ഇന്നാട്ടിലുള്ള സകലരും ഇന്ന് ടിവിയുടെ മുന്നിലാ. മക്കളെ, ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടിരുന്നു. എവിടെയും ടിവിയുടെ ശബ്ദമോ. അതാണ് നമ്മുടെ കാർത്തിയേട്ടൻ്റെ വിജയം. എല്ലാവരും കരിക്കട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവൻ ഇന്നൊരു അമൂല്യമായ രത്നമായി മാറിയിരിക്കുകയാണ് അല്ലേ? തനുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. അതെ മോളെ, എല്ലാവരിലും വെറുക്കപ്പെട്ടവനായിരുന്നു എൻ്റെ കുട്ടി. എന്നാൽ ഇന്ന് ഈ ഗ്രാമം മുഴുവൻ ആ വെറുക്കപ്പെട്ടവനെ ഒരു നോക്ക് കാണുവാൻ കാത്തിരിക്കുകയാണ്. അതാണ് അവൻ്റെ വിജയവും. ഇതേ സമയം മുംബൈയിൽ ഒരു വലിയ കൺവെൻഷൻ സെൻറ്റർ. ചുവന്ന കാർപ്പറ്റിൽ ലൈറ്റുകളും ക്യാമറകളും നിരന്നിരിക്കുന്നു. കാർത്തിയുടെ ഭാര്യ സാൻവി, സഹോദരൻ എബിൻ, ജാൻസി, കാർത്തിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അന്നയും ഒക്കെ അവർക്കായി കൊടുത്ത സീറ്റിലേക്കിരുന്നു. അവരോടൊപ്പം തന്നെ ചെന്നൈയിലെ കാർത്തിയുടെ അടുത്ത സുഹൃത്തുക്കളും അവിടെ എത്തിയിരുന്നു. അതേടത്തി, അങ്ങോട്ട് നോക്കിയേ, കാർത്തിയേട്ടൻ സ്റ്റേജിന് പിന്നിൽ നിന്ന് വരാനിരിക്കുകയാണെന്ന് തോന്നുന്നു, എബിൻ ആവേശത്തോടെ പറഞ്ഞു. ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ഗ്രാമത്തിൻ്റെയും ദിനമാണ്, സാൻവി ചിരിച്ചു. അതെ, ഇതാണ് സേതു അച്ഛൻ്റെ സ്വപ്നം, നമ്മുടെ കാർത്തിയുടെ വിജയം, സാൻവി കണ്ണുനീരോടെ കൂട്ടിച്ചേർത്തു. പെട്ടെന്ന് ഹാൾ മുഴുവൻ ലൈറ്റുകൾ ഒരുമിച്ച് മങ്ങിപ്പോയി. ആ നിമിഷം തന്നെ സ്പോട്ട് ലൈറ്റുകൾ വേദിയുടെ നടുവിൽ പതിച്ചു. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആങ്കറിന്റെ ശബ്ദമുയർന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദി വിന്നർ ഓഫ് ദിസ് ഇയേഴ്സ് ബെസ്റ്റ് യങ് എന്റർപ്രൈനർ അവാർഡ്, മിസ്റ്റർ മനക്കൽ കാർത്തികേയൻ. അനൗൺസ്മെന്റ് കേട്ടതും പടക്കം പൊട്ടുന്ന പോലത്തെ കയ്യടി ശബ്ദം അവിടെ ഉയർന്നു. ഇതേ സമയം ക്യാമറകളുടെ ഫ്ലാഷ് മഴ പോലെ വർഷിച്ചുകൊണ്ടിരുന്നു. അതിനോടൊപ്പം തന്നെ സ്ക്രീൻ മുഴുവൻ KK ഇൻഡസ്ട്രീസ് എന്നതിൻ്റെ ലോഗോയും കാർത്തിയുടെ ചിത്രവും നിറഞ്ഞു നിന്നു. ഇതൊക്കെ കണ്ട് സാൻവി സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കണ്ണീരോടെ കൈയടിച്ചു. ഒപ്പം എബിനും കൂട്ടരും. ആദിയുടെ മിഴികൾ തേടിയത്
തൻ്റെ പ്രിയപ്പെട്ടവനെയും. ഇതേ സമയം തറവാട്ടിലും ആർപ്പുവിളിയും സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ കുഞ്ഞിൻ്റെ പേര് ഈ ലോകം മുഴുവൻ ആർത്ത് വിളിക്കണം. വിശ്വൻ നിറഞ്ഞ മിഴികളോടെ പറഞ്ഞതും ദേവൻ നിറഞ്ഞ സന്തോഷത്തോടെ അയാളെ ചേർത്ത് പിടിച്ചു. പെട്ടെന്നാണ് കാർത്തിയുടെ വരവ് ആ ഹാളിലിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മിഴികളും ചെന്ന് പതിച്ചത്. ഗാംഭീര്യത്തോടെ ഉറച്ച ചുവടുകളോടെ നടന്നു വരുന്ന കാർത്തിയിലേക്ക് എല്ലാവരുടെയും കയ്യടി ശബ്ദം ഏറ്റുവാങ്ങി അവൻ സ്റ്റേജിലേക്ക് കയറി തൻ്റെ അവാർഡ് വിശിഷ്ട വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിറപുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി. ഹേ കാർത്തി സർ, ഈ അവാർഡ് സാറിന് സ്പെഷ്യലാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് സാറിന് ഇതേപ്പറ്റി പറയാനുള്ളത്? കാർത്തി തൻ്റെ പതിവ് പുഞ്ചിരിയോടെ കാണികളോട് സംസാരിക്കാൻ തുടങ്ങി. ഇന്നീ വേദിയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മാത്രം കഴിവുകൊണ്ടൊന്നുമല്ല. നിങ്ങൾ ഈ കാണുന്ന കാർത്തിക്ക് പുറകിൽ എനിക്കൊരു പാസ്റ്റ് ഉണ്ട്. ജീവിതത്തിൽ തോറ്റുപോയ നിസ്സഹായനായ മനുഷ്യൻ്റെ ഒരു കഥയുണ്ട്. എൻ്റെ വീഴ്ചകൾ പോലും വിജയമാക്കി മാറ്റിയവൻ എൻ്റെ വിശ്വച്ചൻ. എൻ്റെ കണ്ണീർ സ്വന്തം മകനുടേതുപോലെ തുടച്ച് എന്നെ ചേർത്ത് നിർത്തി. അതുപോലെ എൻ്റെ മുത്തശ്ശൻ, മുത്തശ്ശി, എൻ്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകിയ എൻ്റെ സഹോദരി സാൻവി, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ജാൻസി, അതിലേറെ കരുത്തായത് എൻ്റെ പ്രിയപ്പെട്ടവൾ, എൻ്റെ ഭാര്യ, അതുപോലെ ഇന്നെൻ്റെ കുടുംബം. ഇവരാണ് എൻ്റെ വിജയം. ഇവരെല്ലാവരും ഒത്തുചേർന്നതാണ് ഇന്നത്തെ KK ഇൻഡസ്ട്രീസ്. ഈ അവാർഡ് ഞാൻ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. നന്ദി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റേജ് വിട്ട് പുറത്തേക്കിറങ്ങി. സാൻവിയും ആദിയും ഇരിക്കുന്നിടത്തേക്ക് അവനെത്തി. കണ്ണുകളിൽ അഭിമാനവും സ്നേഹവും അതുപോലെ പ്രണയവും ഒരുപോലെ നിറഞ്ഞു തുളുമ്പി. കാർത്തിയേട്ടാ, നീ എപ്പോഴും ഞങ്ങളുടെ അഭിമാനമാണ്. അത് കേട്ടതും അവൻ മൃദുവായി ഒന്ന് ചിരിച്ചു. നിന്റെയും വിശ്വച്ചൻ്റെയും മുത്തശ്ശൻ്റെയും പിന്നെ ഇവരുടെയും പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഈ കാർത്തി വെറും വട്ടപൂജ്യം മാത്രമായേനെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ സാൻവിയെ ചേർത്ത് പിടിച്ചു. ഒപ്പം ആദിയെയും. ഇവരുടെ ഈ സ്നേഹം TV സ്ക്രീനിലൂടെ തെളിഞ്ഞപ്പോൾ മനക്കലുള്ളവരുടെയും കണ്ണു നിറഞ്ഞു. ഇതേ സമയം ശ്രീകണ്ഠപുരത്തെ ഓരോ വീടുകളിലെയും സംസാര വിഷയം കാർത്തികേയൻ എന്ന കാർത്തിയായിരുന്നു. എല്ലാവരിലും പറയാനുണ്ടായിരുന്നത് കാർത്തിയുടെ ഉയർച്ച തന്നെയാണ്. അങ്ങനെ അവാർഡ് ദാന ചടങ്ങൊക്കെ കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അവർ അവിടെ നിന്നും പുറപ്പെട്ടു. അല്ല ഏട്ടാ, ഇത് എങ്ങോട്ടാ നമ്മളീ പോന്നേ? അവർ പോകുന്നത് റിസോർട്ടിലേക്കല്ലെന്ന് മനസ്സിലാക്കിയതും സാൻവിയുടെ ശബ്ദമുയർന്നു. അത് കൊണ്ട് പിള്ളേരെ, ഒരു ചെറിയ സർപ്രൈസ്. കുറേ കാലമായില്ലേ നമ്മളൊക്കെ ഒന്നിച്ചു കൂടിയിട്ട്, കാർത്തി കുഞ്ഞു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. അപ്പം നമ്മുടെ ബാഗൊക്കെയോ? ജാൻസി ആയിരുന്നു ആ ചോദ്യം ചോദിച്ചത്. അതൊക്കെ എടുക്കാൻ ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഗൈസ്. തൽക്കാലം ഈ ട്രിപ്പ് നിങ്ങൾ എൻജോയ് ചെയ്യും. കാർത്തി അവരോട് തുറന്നു പറഞ്ഞുകൊണ്ട് യാത്ര തുറന്നു. ഏട്ടാ പ്ലീസ് പറ, നമ്മൾ എവിടെയാ പോന്നേ? കാർത്തി കുഞ്ഞു പുഞ്ചിരിയോടെ തുറന്നു. ഒരു ചെറിയ സർപ്രൈസാണ്. കുറേ കാലം നമ്മളൊന്നിച്ച് ഇതുപോലെ ഔട്ടിംഗ് ഒന്നിനും പോയിട്ടില്ലല്ലോ. അപ്പം ഞാൻ കരുതി ഇങ്ങനെയൊന്ന് നോക്കാമെന്ന്. അതെന്തായാലും നന്നായി. കാർത്തിയുടെ സുഹൃത്തായ എറിക്കും ഇന്ദ്രനും അതിനെ അനുകൂലിച്ചു. പിന്നീട് അങ്ങോട്ട് തമാശകളും പൊട്ടിച്ചിരികളും മിക്കുമോൻ്റെ കൊഞ്ചലുമൊക്കെയായി അവർ അവരുടെ യാത്ര ആസ്വദിച്ചു. കാർ നഗരത്തിലൂടെ തിരക്കില്ലാത്ത ചെറുപാതകളിലൂടെ കടന്ന് മുൻപോട്ട് പോയി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവർ മുന്നിലേക്ക് നോക്കിയപ്പോൾ മനോഹരമായ ഒരു ബീച്ച് റിസോർട്ട് കാഴ്ചയിലേക്ക് തുളച്ചു കയറി. നീലക്കടൽ മുന്നിൽ സുന്ദരമായി നിവർന്നു കിടക്കുന്നു. പച്ചപ്പാളികളിലെങ്ങും വെളുത്ത മണലിൽ പതിഞ്ഞ തിരകളുടെ ശബ്ദം മനസ്സിന് കുളിരേകി. ഇഷ്ടമായോ കൊച്ചേ? വിടർന്ന കണ്ണുകൾ കൊണ്ട് കാഴ്ചകൾ നോക്കിക്കാണുന്ന ആദിയെ കണ്ടതും കാർത്തി അവളെ ചേർന്ന് നിന്നുകൊണ്ട് പതിയെ ചോദിച്ചു. അയ്യോ, ഇത് സ്വർഗമല്ലേ? സാൻവിയും അന്നയും ആവേശത്തോടെ പറഞ്ഞതും ആദി കാർത്തിയോട് അല്പം കൂടി ചേർന്ന് നിന്നു. ഇതൊക്കെ നീ എപ്പോൾ റെഡിയാക്കി കാർത്തി? അതിന് മറുപടിയായി കാർത്തി ഒന്ന് പുഞ്ചിരിച്ചു. എടാ, ഇങ്ങനെ ഒരു യാത്ര ഞാൻ മുൻപേ പ്ലാൻ ചെയ്തതായിരുന്നു. എന്നാൽ സാഹചര്യം ഒത്തിരുന്നില്ല. അറിയാലോ, നമ്മൾ ദിവസവും അനുഭവിച്ച പ്രഷറൊക്കെ. ഇപ്പോഴാ എല്ലാം കൊണ്ടും ഒത്തിണങ്ങി വന്നത്. കാർത്തി ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ മറുപടി നൽകിക്കൊണ്ട് ആദിയുമായി മുൻപോട്ട് നടന്നു. അവർക്ക് മുൻപിലായി യുവമിഥുനങ്ങളെപ്പോലെ അന്നയും എബിനും. എന്നാൽ ഇതേ സമയം അരവി മിക്കുമോനോടൊപ്പം ആയിരുന്നു. മിക്കുവിലൂടെ ജാൻസിയുടെ മനസ്സിലേക്ക് എങ്ങനെ കയറിപ്പറ്റാം എന്നുള്ള ചിന്തയായിരുന്നു ആളുടെ മനസ്സിൽ. അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിൽ പല ഭാവങ്ങൾ നിറച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു. അങ്ങനെ കുറേ നേരം കടലിൻ്റെ ഭംഗിയിൽ ലയിച്ചുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് സാൻവിയും കൂട്ടരും പാറി പറന്ന് നടന്നു. എത്ര ആസ്വദിച്ചിട്ടും സാനുവിനും അന്നയ്ക്കും മതിയാകുന്നുണ്ടായിരുന്നില്ല. അവർ സെൽഫി എടുത്തും അവിടെയുള്ള കാഴ്ചകൾ ക്യാമറ കണ്ണുകളിൽ പകർത്തിയും അവർ തങ്ങളുടെ യാത്ര ആസ്വദിച്ചുകൊണ്ടിരുന്നു.
എന്നാൽ ഇവയിലൊന്നും പെടാതെ മാറി നിൽക്കുന്ന ജാൻസിയെ കണ്ടതും കാർത്തി ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് ചെന്നു. എന്താ ജാൻസി കൊച്ചേ, ഈ കടലിലോട്ടിറങ്ങാൻ വല്ല ഉദ്ദേശമുണ്ടോ? അവളുടെ ഇരിപ്പ് കണ്ടുകൊണ്ട് അവൻ തിരക്കി. ഒന്ന് പോയേ മാഷേ, അതിനൊന്നും ഇനി എന്നെ കിട്ടില്ല. എനിക്കും ജീവിക്കണം, ആരെയും ഭയക്കാതെ, എൻ്റെ കുഞ്ഞിന് വേണ്ടി, ജാൻസി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു നിർത്തി. ജാൻസി കൊച്ചേ, ഞാൻ ആഗ്രഹിച്ചത് നിന്റെ ഈ തീരുമാനമാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിന്റെ ഈ മാറ്റം കാണുമ്പോൾ. കാരണം നീ എനിക്ക് കൂട്ടുകാരിയല്ല, സ്വന്തം സഹോദരി തന്നെയാണ്. അന്നും ഇന്നും ഇനി എന്നും. എനിക്കറിയാടാ, ആരുമില്ലാത്ത എനിക്കും മിക്കുവിനും നീ എന്നും നല്ല സഹോദരൻ തന്നെ ആയിരുന്നു, ഇപ്പോഴുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സഹോദരൻ്റെ അധികാരത്തോടെ ഞാൻ നിന്നോടൊരാഗ്രഹം പറയട്ടെ ജാൻസി കൊച്ചേ, നീ എനിക്കത് ചെയ്തു തരുമോ? അവൻ അവളോട് പ്രതീക്ഷയോടെ ചോദിച്ചു. ജാൻസി ഒന്നും മിണ്ടാതെ കടലിലേക്ക് നോക്കി ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. കുറച്ചു നേരം അങ്ങനെ നിന്നതിന് ശേഷം അവൾ തുടർന്നു. കാർത്തി, നിനക്കറിയാം എൻ്റെ ജീവിതം. ആദ്യ വിവാഹത്തിന് ശേഷം ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പിന്നീടുള്ള ഞങ്ങളുടെ പ്രണയം, പെട്ടെന്നുള്ള ആൻ്റണിച്ചൻ്റെ മരണം. പറ്റുന്നില്ലടോ എനിക്കതൊക്കെ മറക്കാൻ. അവൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ. അത് സ്വാഭാവികമാണ് ജാൻസി, നീ അനുഭവിച്ചത് അത് മറക്കാൻ അത്ര എളുപ്പമല്ല. കാരണം അത് നിന്റെ ജീവിതമായിരുന്നു. പക്ഷെ ജീവിതം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ജാൻസി കൊച്ചേ, അത് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവൻ അവളെ ഓർമ്മിപ്പിച്ചു. അത് കേട്ടതും അവളൊരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പിന്നെ പതുക്കെ ചോദിച്ചു. എടാ, എനിക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കഴിയണം. നമ്മുടെ മിക്കുവിന് വേണ്ടി, അവൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി നീ അവനെ സ്വീകരിക്കണം. ആരെ? നമ്മുടെ അരവിയെ. എടാ, അത് പ്ലീസ് ഡാ. എല്ലാം അറിഞ്ഞുകൊണ്ട് അവൻ മുൻപോട്ട് വെച്ച പ്രപ്പോസലാണ്. അവന് നിന്റെ സന്തോഷമാണ് വലുത്. ഇനിയെങ്കിലും അവൻ്റെ മനസ്സ് കാണാതെ പോകരുത് കൊച്ചേ. അത് കേട്ടതും ജാൻസി വെറുതെ ഒന്ന് ചിരിച്ചു. ഒപ്പം മിഴികളും നിറഞ്ഞു. എടാ, അരവി നല്ല ചെറുപ്പക്കാരനാണ്. നമ്മുടെ മിക്കുവിനെ സ്വന്തം പോലെ സ്നേഹിക്കാനും വളർത്താനും അവന് കഴിയും. ഇപ്പം തന്നെ അവരുടെ ഇടയിലെ സ്നേഹം നീയും കാണുന്നതല്ലേ കൊച്ചേ? ആ സ്നേഹം കാണാതെ പോണോ? ഞാൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ലടാ. ഞാൻ എന്താണ് ഏതാണെന്നൊക്കെ ആരെക്കാളും നന്നായി നിനക്കറിയാം. അതുപോലെ നീ എൻ്റെ നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നിരുന്നാലും എനിക്ക് ഭയമാണ് കാർത്തി. എന്തിനാടാ പേടിക്കുന്നേ? നിന്നോട് ചേർന്ന് ഒരു സഹോദരനെ പോലെ ഞാനും, സഹോദരിയെ പോലെ ആദിയുമില്ലേ? അത് കേട്ടതും ജാൻസി നിറഞ്ഞ മിഴികളാൽ തല കുനിച്ചു. ഇങ്ങനെ നിൽക്കാൻ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ കൊച്ചേ? അതില്ലടാ. എന്നാലും ഒരെന്നാലും ഇല്ല. ഞാൻ നിന്നെ ഒരിക്കലും ഇതിന് നിർബന്ധിക്കില്ല. പക്ഷെ നീ ആലോചിക്കണം ജാൻസി. ഞാൻ ആലോചിക്കാം. നീ പറഞ്ഞ അതെൻ്റെ നന്മയ്ക്കാണെന്ന് എനിക്ക് നന്നായി അറിയാം. അത് കേട്ടതും കാർത്തി മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചു. എന്തായാലും നീ സമയമെടുത്തിട്ടാണേലും ആദ്യം മുതലൊന്ന് ചിന്തിക്ക്. അപ്പോഴേക്കും ഞാൻ എൻ്റെ പ്രിയതമയെ ഒന്ന് കണ്ടിട്ട് വരാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുൻപോട്ട് നടന്നു. കാർത്തി ജാൻസിയോട് സംസാരിക്കുമ്പോൾ തന്നെ കടൽ തീരത്ത് ആദ്യം നിൽക്കുന്ന കാഴ്ച അവൻ്റെ കണ്ണിൽ പതിഞ്ഞിരുന്നു. അവൻ ചെറു ചിരിയോടെ അവളുടെ അരികിലേക്ക് പതിയെ നടന്നു. കാത്തിരുന്ന് മുഷിഞ്ഞോ പെണ്ണെ? അവൻ ഏറെ പ്രണയത്തോടെ ചോദിച്ചു. ഈ കാത്തിരിപ്പ് നിനക്കായാണെങ്കിൽ അതിനും ഒരു സുഖമുണ്ട് കാർത്തിയേട്ടാ. അല്ല, പോയ കാര്യം എന്തായി? നിങ്ങൾ ജാൻസി ചേച്ചിയോട് സംസാരിച്ചോ? എന്തു പറഞ്ഞു ചേച്ചി? നിനക്കറിയാലോ പെണ്ണെ, ജാൻസിയുടെ പാസ്റ്റ് ലൈഫ്. പെട്ടെന്ന് അവൾക്ക് ആൻ്റണിച്ചനെ മറക്കാനൊന്നും കഴിയില്ല. പുള്ളിയുടെ മരണം അവരെ ഒരുപാട് തളർത്തിയിരുന്നു. അങ്ങനെയാ ഒരു താങ്ങിനായി മുത്തശ്ശൻ അവരെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. സത്യത്തിൽ ആൻ്റണിച്ചൻ നമ്മുടെ തറവാട്ട് വക ഡ്രൈവറായിരുന്നു. എന്നാൽ സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ടവർ അവരെ സത്യൻ. അതൊക്കെ നമുക്കറിയാലോ കാർത്തിയേട്ടാ. അതുപോലെ അയാൾ ചെയ്ത ചെറ്റത്തരത്തിനൊക്കെ അയാൾക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷ കിട്ടുകയും ചെയ്തു. ഇനി വേണ്ടത് ജാൻസി ചേച്ചിക്കും മിക്കുവിനും ഒരു ജീവിതമാണ്. അറിയാം കൊച്ചേ, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ജാൻസി തീരുമാനിക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇരുവരും നിശബ്ദമായി നടന്നുകൊണ്ടിരുന്നു. തിരമാലകൾ ഓരോന്നായി ആർത്തിരമ്പുമ്പോഴും ആദിയുടെ കൈവിരൽ കാർത്തിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. ഞാൻ ആഗ്രഹിച്ച ജീവിതം ഇതാണ് കാർത്തിയേട്ടാ. വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. നീയും ഞാനും, നമ്മളെ സ്നേഹിക്കുന്ന ആളോടൊപ്പം ഒരു കുഞ്ഞു സന്തോഷം. ആദി മൃദുവായി പറഞ്ഞതും കാർത്തി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. പെണ്ണെ, ഇതാണ് ഞാനും ആഗ്രഹിച്ചത്.
എന്നെ മനസ്സിലാക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരാൾ. എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ പിടയുന്നത് നിന്റെ ഉള്ളമാണെന്ന് എനിക്കറിയാടി പെണ്ണെ. എൻ്റെ വിജയവും സ്വത്തും സമ്പത്തും ഒക്കെ നീയാണ്. അത് കേട്ടതും ആദി തലതാഴ്ത്തി ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ ഈ കവലച്ചട്ടമ്പിക്ക് ഒരു ജൂനിയർ കൂടി വരാൻ പോന്നു. എന്താ? എടോ കാർത്തികേയ, താനൊരച്ഛനായെന്ന്. ഹേ, സത്യമാണോ പെണ്ണെ? അവൻ്റെ അമ്പരപ്പ് നിറഞ്ഞ മുഖം അവളിൽ വല്ലാത്തൊരനുഭൂതി പടർത്തി. അടുത്ത നിമിഷം അവൻ അവളെ എടുത്തുയർത്തി. അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ഒപ്പം അവളുടെയും. ഇതിപ്പോൾ ഇരട്ടി സന്തോഷമാണല്ലോ ആദികൊച്ചേ. അവൻ അതിയായ സന്തോഷത്തോടെ അവളെ നോക്കി. എന്നാൽ ഇതേ സമയം ഒരു ഇളം കാറ്റ് അവരെ പൊതിഞ്ഞപ്പോൾ കാർത്തി ആദിയെ തന്നോട് ചേർത്ത് പിടിച്ചു. അവളും അവനോടൊപ്പം അവൻ്റെ ചൂടിലേക്ക് പറ്റിച്ചേർന്നു. ഇതേ സമയം അവരുടെ തൊട്ടുപിറകിൽ ഈ സുന്ദര നിമിഷങ്ങൾ പൂർണ്ണമായും ആസ്വദിച്ചുകൊണ്ട് സുഹൃത്തുക്കളുടെ കളിയും ചിരികളും തമാശകളും ഒക്കെയായി ആകെ ഒരു ബഹളമയം തന്നെയായിരുന്നു. എബിനും അന്നയും സാൻവിയും അരവിയും എറിക്കും ഒക്കെ ചേർന്ന് മിക്കുവിനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പൊട്ടിച്ചിരികളും ആ കുറുമ്പുകളും ഒക്കെ അവിടെ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. ജാൻസി മാറി നിന്ന് തൻ്റെ മകനെ സന്തോഷം നിറഞ്ഞ മിഴിയോടെ നോക്കിക്കണ്ടു. എന്നാൽ ഇപ്രാവശ്യം അവളുടെ കണ്ണുകളിൽ ഭയമില്ല, ചെറിയൊരു സമാധാനമായിരുന്നു കാണാനിടയായത്. കാരണം തൻ്റെ മകൻ്റെ സന്തോഷം, അതായിരുന്നു ജാൻസിയുടെ മനസ്സിൽ ആ സമയം തെളിഞ്ഞിരുന്നത്. കണ്ടില്ലേ പെണ്ണെ, ഇതാണ് നമ്മുടെ കുടുംബം. സൗഹൃദങ്ങൾ സാഹോദര്യത്തിലേക്ക് വഴിമാറുന്ന അപൂർവ നിമിഷം. അത് കേട്ടതും ആദി തല ഉയർത്തി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പുഞ്ചിരിച്ചു. അതേ കാർത്തിയേട്ടാ, ഇതാണ് യഥാർത്ഥ സമ്പത്ത്. നമ്മുടെ സുഹൃത്തുക്കൾ ഇവരും കൂടി ചേർന്നതാണ് നമ്മുടെ കുടുംബം. എല്ലാവരും കൂടി ആ മണലിലേക്ക് അങ്ങനെ ഇരുന്നുകൊണ്ട് കടലിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കി. ഇതേ സമയം സൂര്യൻ പതുക്കെ കടലിൻ്റെ ഒരറ്റത്തേക്ക് മറയുകയാണ്. അതിനോടൊപ്പം തന്നെ തിരകൾ ഒന്നിനു പിറകെ ഒന്നായി അവരുടെ പാദങ്ങളെ കുളിരണിയിച്ചുകൊണ്ട് കടന്നുപോയി. ആ മനോഹരമായ നിമിഷത്തിൽ കാർത്തി ആദിയുടെ കൈ ചേർത്ത് പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് തുടർന്നു. നീ കൂടെയുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട പെണ്ണെ, നീയാണ് എൻ്റെ ലോകം. ആദി അതിന് മറുപടി എന്നോണം ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവരുടെ ആ സ്നേഹം കണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ അവൻ്റെ സുഹൃത്തുക്കളും ആ മനോഹരമായ ദൃശ്യത്തിന് സാക്ഷിയായി. അവസാനിച്ചു. ഇവിടെ കഥ അവസാനിക്കുന്നില്ല, പകരം ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ ഒഴുക്കിൽ ഒരേ ദിശയിൽ ഒരുമയോടെ.